विभो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणामामि हरिप्रिये नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सरस्वती देवे गौरवाणी प्रसारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्णा 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 हरे 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 राम 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 हरे हरे। तव कर कमल वरे नखा अद्भुत सिंहा बालिदा हिरण्यकशिपो तनुपुंगा केशवदत्ता नरहरिरूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे अवतार कमल श्री नरसिंहदेव भगवान की जय। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തരുടെയും പാതാരവിന്ദങ്ങളിൽ എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമ്മളിന്ന് നരസിംഹ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നരസിംഹദേവൻ്റെ അവതാര കഥയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ആർക്കും കേൾക്കാമല്ലോ? മൈക്ക് ശരിയാണ്. ഭക്തൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ആ ഭക്തൻ്റെ മഹിമകളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കാനും ഉണ്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലുടനീളം നമുക്ക് ഭക്തന്മാരെയും ഭഗവാനെയും കുറിച്ചുള്ള ലീലകളും അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രേമബന്ധത്തിൻ്റെയും ഒക്കെ കഥകളാണ് നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നരസിംഹദേവൻ്റെ ഈ ഒരു അവതാര ദിനത്തിലാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ 8ാമത്തെ ചാപ്റ്റർ 5 മുതൽ അങ്ങനെ തുടങ്ങുന്ന കുറേ ചാപ്റ്റർ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ആദ്യം ഹിരണ്യാക്ഷനെ കുറിച്ചും പിന്നെ ഹിരണ്യകശിപു, പിന്നെ അതിനുശേഷം പ്രഹ്ലാദ മഹാരാജാവ്, ഭഗവാന്റെ അവതാരം, അങ്ങനെ കുറേ അധ്യായങ്ങളിലായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു ഈ 2 അസുരന്മാരുടെ ജന്മത്തെക്കുറിച്ചും അതിൻ്റെ അവതാര ഉദ്ദേശത്തെക്കുറിച്ചും ഒക്കെ. അപ്പോൾ അസുരനായാലും ഭഗവാന്റെ തന്നെ അംശമാണ്. ചില ആൾക്കാർ ചോദിക്കും, ഈവൻ യുധിഷ്ഠിര മഹാരാജാവ് തന്നെ ചോദിച്ചിട്ടുണ്ട് നാരദമുനിയോട്, എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ പാർഷ്യാലിറ്റി, അതായത് അസുരന്മാരെ വധിക്കുന്നു ഭക്തന്മാരെ രക്ഷിക്കുന്നു, എന്താണ് അതിൻ്റെ കാരണം? ഭഗവാൻ എന്താണ്? ഭഗവാന്റെ അംശമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ സൃഷ്ടിയാണ് എല്ലാവരും, അസുരനായാലും ദേവനായാലും സുരനായാലും അസുരനായാലും. പക്ഷെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു പാർഷ്യാലിറ്റി? അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഭഗവാന് പാർഷ്യാലിറ്റി ഇല്ല. സമൂഹം സർവഭൂതേഷു, ഭഗവാൻ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. പിന്നെ അസുരന്മാരെ ഭഗവാൻ പരോക്ഷമായി രക്ഷിക്കുകയാണ്. ഇപ്പോൾ ശിശുപാലനാവട്ടെ, അതേപോലെ രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദണ്ഡാഭക്തൻ, പിന്നെ അതേപോലെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ഇവരൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഭഗവാൻ ആരെയൊക്കെ വധിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഭഗവാൻ ആ ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ അൾട്ടിമേറ്റ്ലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു ശ്ലോകം ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് പറയുന്നുണ്ട്.
അതായത് ഭഗവാൻ നരസിംഹദേവൻ അവതരിച്ചതിന് കാരണം, അതായത് എന്താണ് ഒരു ഭക്തന് വേണ്ടിയുള്ള, ഭക്തനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതായത് ഭക്തനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു അദ്ദേഹത്തിന് ഭക്തനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമെന്ന നിലയിലാണ് അദ്ദേഹം അവതരിക്കുന്നതാണ്. ഇപ്പം ഭഗവാൻ അസുരന്മാർ പ്രഹ്ലാദൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രഹ്ലാദന് വേണ്ടി അവതരിച്ചു, അതുപോലെ തന്നെ ഹിരണ്യാക്ഷന് വേണ്ടി അവതരിച്ചു, പിന്നെ അതേപോലെ തന്നെ അവിടെ തന്നെ 3 അവതാരങ്ങളാണ്. വരാഹദേവൻ, പിന്നെ ആ ഒരു ഫാമിലിയിൽ, പിന്നെ അതുപോലെ നരസിംഹദേവനും, പിന്നെ അതുപോലെ ബലി മഹാരാജാവിൻ്റെ അടുത്ത് വാമനദേവൻ. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളെപ്പോഴും ഇപ്പം ഭക്തന് വേണ്ടിയും അതേപോലെ അസുരന്മാരെ വധിക്കാനും വേണ്ടി ഭഗവാൻ പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ, പ്രഭുപാദ് എപ്പോഴും എടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് 7th ക്യാൻഡോയിൽ 8ാമത്തെ അധ്യായത്തിലെ 17ാമത്തെ ശ്ലോകമാണ്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ അദൃശ്യയാത്യാത്ഭുതരൂപം അദ്വഹാൻ സ്തംഭേ സഭായം ന മൃഗം ന മാനുഷം. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് പ്രഹ്ലാദ മഹാരാജാവ് ഭഗവാന്റെ സേവകനാണ്, ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ നിലനിർത്താൻ വേണ്ടി, സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി, അതായത് ഭഗവാന്റെ ഭക്തൻ അതായത് പറയുന്ന വാക്കുകൾ അതെപ്പോഴും അത് സത്യമാണ്. ഭഗവാൻ എല്ലായിടവും ഉണ്ട്. അപ്പോൾ അതിനു മുൻപ് പറയുന്നുണ്ട് ഭഗവാൻ എല്ലായിടവും ഉണ്ട്, സർവ്വവ്യാപിയാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അതായത് പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറയുന്നുണ്ട്. അപ്പം അതായത് ഈവൻ ഈ അദ്ദേഹം ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ആദ്യം ഞാനിപ്പം നടുക്കത്ത് പറയുന്നത് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ വേണ്ടിയാണ്. അതായത് ഭഗവാൻ എപ്പോഴും തൻ്റെ ഭക്തന്മാരെ സ്വന്തം മറ്റുള്ള ആൾക്കാരെക്കാട്ടി, ഭഗവാന്റെ ഇപ്പോൾ റിലേറ്റീവ്സ് ഉണ്ട്, അവരെല്ലാവരും ഉണ്ടെങ്കിലും ഭക്തനെ എങ്ങനെയാണ് ഭഗവാൻ ചേർത്ത് നിർത്തുന്നത്, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം, അതായത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ലോകത്താരും ദർശിച്ചിട്ടില്ലാത്ത ഈ ഒരു രൂപം, നരസിംഹദേവൻ്റെ ആ രൂപം ഭഗവാൻ ഭക്തൻ്റെ മുന്നിൽ പ്രത്യക്ഷനാക്കിയത്. അപ്പം ഈ രൂപമെന്ന് പറയുന്നത് മനുഷ്യനല്ല, മൃഗമല്ല, അതാണ് ന മൃഗം ന മാനുഷം. അപ്പം ഭഗവാൻ വരുന്നത്, ഭൗതിക ലോകത്ത് ഭഗവാൻ അവതരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്ചര്യകരമായ രൂപത്തിലാണ്. അതും ഈ ഓരോ രൂപമെന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്, അതേപോലെ ആശ്ചര്യകരമാണ്. ഇതുപോലെ തന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഈ രൂപത്തിൽ, പകുതി മനുഷ്യൻ പകുതി മൃഗം, ആ ഒരു രൂപത്തിലാണ് നരസിംഹദേവൻ അവതരിച്ചത്. ഇതിൻ്റെ കാരണം അത് നമ്മൾ ആദ്യം മുതലേ വരുവാണെങ്കിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഈ ഭൂലോകത്ത് വരാനുള്ള കാരണം ജയവിജയന്മാരായിരുന്നു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അപ്പോൾ ജയവിജയന്മാരായിട്ട് വിഷ്ണു ഭഗവാന്റെ വൈകുണ്ഠ ലോകത്ത് അവർ ഭഗവാനെ സേവിച്ചിരുന്ന ദ്വാരപാലകന്മാരാണ്. നമ്മളെവിടെ അമ്പലത്തിൽ ചെന്നാലും കാണാം, വിശേഷിച്ച് കൃഷ്ണക്ഷേത്രത്തിൽ അപ്പുറവും ഇപ്പുറവും ജയവിജയന്മാരാണ്. അപ്പോൾ അവരൊരു അപരാധം ചെയ്തു. അതായത് ഭക്തന്മാരോടാണ് അവർ അപരാധം ചെയ്തത്. സനൽകുമാരാദികൾ ഭഗവാനെ ദർശിക്കാനായിട്ട് വരുമ്പം അവർ തടയുകയും, അപ്പം അത് ഭഗവാനെ ഇപ്പോൾ ദർശിക്കാൻ പറ്റില്ല, അദ്ദേഹം തിരക്കിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ തടഞ്ഞതിന് കാരണം അവർ തന്നെ ശപിച്ചു. കാരണം അഹങ്കാരം ഉണ്ടാകുന്നതാണ്. അപ്പം നമ്മൾ ഭക്തന്മാരായാലും നമ്മൾ ഓരോ കഥകളിലും കൂടി ഓരോ കാര്യങ്ങൾ, ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും ഭഗവാന്റെ ഭക്തരാണ്, ഭഗവാന്റെ സേവകരാണ്. അപ്പോൾ ഭക്തന്മാർ വരുമ്പോഴാണ് ആ ഭക്തനെ മനസ്സിലാക്കാൻ, ഭഗവാനെ മനസ്സിലാക്കുന്നവൻ ഭക്തന്മാരെയും മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഭഗവാൻ, ഭക്തൻ, ഭക്തി ഇതൊക്കെ റിലേറ്റഡാണ്, ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ വരുന്ന സമയത്ത് ഇവർ തടഞ്ഞതിൻ്റെ കാരണം കൊണ്ട് അവർ ശപിച്ചു. അപ്പം ഭഗവാൻ തന്നെ വന്നിട്ട്, സ്വയം മഹാവിഷ്ണു വന്നിട്ട് അവരോട് ക്ഷമ ചോദിക്കുകയും, എന്താണ് കൊടുത്ത ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഭൂമിയിൽ പോയി അസുരന്മാരായിട്ട് അല്ലെങ്കിൽ മനുഷ്യരായിട്ട് ജനിക്കട്ടെ. അപ്പോൾ ആ ഒരു ശാപം, അപ്പോഴാണ് അവർ സ്വയം റിയലൈസ് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. നമുക്ക് ഓരോ സ്ഥലത്തിൽ നമുക്ക് ഭാഗവതത്തിൻ്റെ ഉടനീളം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.
അപ്പം പെട്ടെന്ന് തന്നെ എന്താണ് ഭഗവാൻ ചോദിക്കും, അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഭൂലോകത്ത് പോയി 100 ജന്മം എടുക്കണോ, അതോ അസുരന്മാരായിട്ട് 3 ജന്മം എടുത്ത് നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും വൈകുണ്ഠ ലോകത്ത് വരണോ? അപ്പോൾ അവർ സമ്മതിച്ചത് എന്താണ്? അസുരന്മാരായിട്ട് 3 ജന്മം എടുത്ത് വേഗം വൈകുണ്ഠ ലോകത്ത് വന്ന് വീണ്ടും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. അപ്പോൾ ഭക്തന്മാർ എപ്പോഴും ഭഗവാന്റെ സേവനം കാക്ഷിക്കുന്നവരാണ്. എന്നാൽ പോലും ചില സമയത്ത് ചെറിയ ചില അഹങ്കാരം അല്ലെങ്കിൽ എന്തെങ്കിലും, ഇതെല്ലാം ഭഗവാന്റെ തന്നെ എന്താ പറയുക അറേഞ്ച്മെൻ്റ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണ് അവർ ഭൂലോകത്ത് വരുന്നത്. അതിനും ഒരു കാരണം, അതായത് ഭൂലോകത്ത് കശ്യപ മുനിയുടെയും ദിതിയുടെയും ആ ദിതി ഒരു സന്ധ്യ സമയത്ത് അവർക്ക് ആ ഒരു സെക്ഷൽ ആ ഒരു ഇതുണ്ടായി. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചു. അങ്ങനെ അവർക്ക് അങ്ങനെയാണ് ഈ 2 അസുരന്മാരായിട്ട് ഭൂലോകത്ത് വരുന്നത്. അവർ വരുന്ന സമയത്ത് ഒരുപാട് ദുർലക്ഷണങ്ങളൊക്കെ ഭൂമിയിലുണ്ടായി. അങ്ങനെ അവർ 2 പേരും അവതരിച്ചു. അങ്ങനെ വലിയ രാക്ഷസന്മാരായി വലിയ അസുരന്മാരായിട്ട് 2 പേരും വളർന്നു വന്നു. ദേവന്മാരെയൊക്കെ ഭയപ്പെടുത്തി. അവർക്കെല്ലാം ഇവരുടെ പുരിയക്കൊടി കാണുമ്പോഴേ ഇവർക്ക് ഭയമാണ്. അത്രമാത്രം എന്താ പറയുക ആ ആസ്വരിക സ്വഭാവവും രാക്ഷസീയ ലക്ഷണങ്ങളോടും കൂടിയാണ് ഇവരെല്ലാവരോടും പെരുമാറുന്നത്. അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്തന്മാർക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ല. ആക്ഷൻ ഭൂമി എടുത്തു കൊണ്ടുപോയി ഒരിക്കൽ അഹങ്കാരം കൊണ്ട് ഭൂമി എടുത്തു കൊണ്ടുപോയി സമുദ്രത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു. എല്ലാവർക്കും സഫോക്കേഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവ് ഇങ്ങനെ ഇരുന്ന് വിചാരിക്കുകയാണ്, ഭഗവാനല്ലാതെ ഇതിനൊന്നും ഒരു സൊല്യൂഷനും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ നാസാദ്വാരത്തിൽ കൂടെ ഒരു ചെറിയ വട്ടിൻ്റെ രൂപത്തിൽ ഒരാൾ വന്ന് വലിയ ഒരു രൂപം സ്വീകരിച്ചു, വരാഹമൂർത്തി. അങ്ങനെ വരാഹമൂർത്തി നേരെ പോയിട്ട് ഭൂമിയെ എടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് ഹിരണ്യാക്ഷൻ വന്നിട്ട്, നീ ആരാണ്? നീ ഒരു ജന്തുവാണ്, ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഭഗവാനെ ഏത് രൂപമായാലും. അപ്പോൾ അങ്ങനെ 2 പേരുടെ യുദ്ധം നടത്തി. ഭഗവാൻ പക്ഷേ ആസ്വദിക്കുകയാണ് തൻ്റെ ഭക്തനായിട്ട്. പക്ഷേ ഇവർക്ക് മനസ്സിൽ അവർക്കറിയില്ല ഇതാരാണ്, ഭഗവാന്റെ മഹിമ എന്താണെന്നും ഇത് ഭഗവാൻ വിഷ്ണു ആണെന്നുള്ള ധാരണ അവരുടെ മനസ്സിലില്ല. അങ്ങനെ യുദ്ധം ചെയ്തു. അങ്ങനെ ദേവന്മാർ പോലും ഭയന്നു. അവസാനം ഭഗവാനില്ല പറഞ്ഞതുപോലെ ഒരു വെട്ടിലിനെ എടുത്ത് എന്താ പറയുക പിന്നെ കാലുകൾ ഭേദിക്കുന്നത് പോലെ ഹിരണ്യാക്ഷനെ വധിച്ചു. അപ്പോൾ ഇത് അറിഞ്ഞ ഹിരണ്യകശിപുന് ഭയങ്കര ദേഷ്യമുണ്ടായി. അദ്ദേഹം തീർച്ചയായിട്ടും ഞാൻ വിഷ്ണുവിനെ വധിക്കും, അവർക്കറിയില്ല ഭഗവാന്റെ മഹിമ, വിഷ്ണുവിനെ വധിക്കുമെന്ന് പറഞ്ഞ് അത്രമാത്രം ക്രോധമുണ്ടായിട്ട് അദ്ദേഹം പോയി തപസ്സനുഷ്ഠിച്ചു 1000 വർഷം. അങ്ങനെ 1000 വർഷത്തെ തപസ്സനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ എന്താ പറയുക അതായത് പുറ്റായിട്ട് പോയി. അപ്പോൾ അങ്ങനെ എന്താ പറയുക അത്രമാത്രം കഠിനമായിട്ടുള്ള തപശ്ചര്യയുടെ ഫലമായി അദ്ദേഹത്തിൻ്റെ തരങ്ങളിൽ നിന്നും വായിൽ നിന്ന് നിറയെ അഗ്നി വളരാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ദേവന്മാർ ഭയന്നിട്ട് ബ്രഹ്മദേവനെയാണ് അദ്ദേഹം എന്താ പറയുക തപസ്സനുഷ്ഠിച്ച് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചത്. അങ്ങനെ ബ്രഹ്മദേവനോട് എല്ലാ മറ്റ് ദേവന്മാർ വന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ബ്രഹ്മദേവൻ ഓർത്തു. അപ്പോൾ ബ്രഹ്മദേവൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ കാണാൻ പോലും കഴിയുന്നില്ല, എവിടെയാണ് ഇങ്ങനെ ഭയങ്കര സൗണ്ട് കേൾക്കാം, അഗ്നി വരുന്നത് കാണാം, പക്ഷേ അദ്ദേഹത്തിന് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നോക്കിയപ്പം ഒരു കാണാൻ പറ്റുന്ന ഒരു പുറ്റാണ്. അദ്ദേഹം തൻ്റെ കമണ്ഡലുവിൽ നിന്ന് ജലം തളിച്ച് അപ്പോഴത്തേക്ക് ഹിരണ്യകശിപു ഭയങ്കര ശക്തി ആർജിച്ചു, വലിയ ശക്തി പൂർവാധികം ശക്തിയോടുകൂടി പുറത്തു വരികയാണ്. അപ്പം പറഞ്ഞു, എന്താണ് നിൻ്റെ ആവശ്യം? നീ ഇത്രയും നല്ല രീതിയിലാണ് തപസ്യകൾ അനുഷ്ഠിച്ചിരിക്കുന്നത്, അപ്പം ഞാനതിൽ നിന്നോട് വളരെ സംപ്രീതനാണ്. അപ്പം നിനക്ക് എന്താണ് വരം വേണ്ടത്? അപ്പം പറഞ്ഞത് എനിക്ക് അമരത്വം വേണം. അപ്പം ബ്രഹ്മാവ് പറഞ്ഞ എന്താ, ഞാൻ പോലും നിസ്സഹായനാണ്, എനിക്ക് പോലും അമരത്വമില്ല, പിന്നെ എനിക്കെങ്ങനെ നിനക്ക് അമരത്വം തരാൻ പറ്റും? എന്നാൽ കുറേ കണ്ടീഷൻസൊക്കെ നിങ്ങൾ അംഗീകരിക്കണം. എന്തൊക്കെയാണ്? എന്നെ ആരും കൊല്ലാൻ പാടില്ല, മനുഷ്യർ മൃഗങ്ങൾ ഭൂമിയിൽ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അങ്ങനെ കുറേ കണ്ടീഷൻസൊക്കെ അതെല്ലാം ബ്രഹ്മാവ് നിറവേറ്റി കൊടുക്കും. ഓക്കെ, തഥാസ്തു. അങ്ങനെ ബ്രഹ്മദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി അപ്പോഴത്തേക്ക് എന്താ, എനിക്കിനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അദ്ദേഹം കൂടുതൽ അസുരൻ്റെ ആ നല്ല സ്വഭാവം എല്ലാം പുറത്തെടുത്ത് എല്ലാ ഭക്തന്മാരെയും എന്താ പറയുക വിഷ്ണുവിൻ്റെ മന്ത്രം ജപിക്കുന്നവരെയും പണ്ഡിതന്മാരെയും ഋഷീശ്വരന്മാരെയും ഭക്തന്മാരെയും എല്ലാം എത്രമാത്രം ദ്രോഹിക്കാവോ എല്ലാവരെയും ദ്രോഹിച്ചു. എന്നിട്ട് ഈ ലോകത്തിന് എന്താ നാരായണനാമം ആരും ഉച്ചരിക്കാൻ പാടില്ല, വിഷ്ണുവാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു, എനിക്ക് വിഷ്ണുവിനെ വധിക്കണം, അതുകൊണ്ട് എല്ലാവരും എൻ്റെ നാമം ജപിക്കണം. എന്താണ്, ആരും ജപിക്കണ്ട, ഹിരണ്യായ നമാന്ന്. സോ അപ്പോൾ അങ്ങനെ
അദ്ദേഹം അങ്ങനെ വളരെ സന്തുഷ്ടനായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇദ്ദേഹം പോകുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ തൻ്റെ പത്നി കഥയാത്തു ഗർഭവതിയായിരുന്നു. അപ്പം അവർ ആ സമയത്ത് എന്താ പറയുക, ദേവന്മാരൊക്കെ വന്നിട്ട് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാം. കാരണം ഇനി ഇവർ ഗർഭവതിയാന്നല്ല, ഈ കിടക്കുന്ന കുട്ടി, വയറ്റിൽ കിടക്കുന്ന കുട്ടിയും ഇതിനി വലിയ അസുരനായിട്ട് ഭവിക്കും. അതുകൊണ്ട് ഇവരെ പിടിച്ചു കൊണ്ടുപോകാം, അതിൽ എന്തെങ്കിലും ഇവർക്ക് നശിപ്പിക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ പിടിച്ചുകൊണ്ട് പോയപ്പോഴാണ് നാരദമുനി വന്നിട്ട് പറയുന്നത്, ഒരിക്കലും ഗർഭവതികളായ സ്ത്രീകളെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ വിട്ടയക്കണം. അങ്ങനെ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ഈ കഥയാത്തുവിനെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി അന്ന് മുതൽ ഭക്തിയുത സേവനത്തെക്കുറിച്ച് അദ്ദേഹം ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്താണ്, അവർ കേട്ടോ കേട്ടില്ലയോ, പക്ഷേ ഉള്ളിൽ കിടക്കുന്ന നാരദമുനിക്കറിയാം ഇതാരാണ്. അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ആ ഭക്തനെ ആ ഭക്തിയുത സേവനത്തിൻ്റെ മഹിമകൾ മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഗർഭവതികളായിട്ട് സ്ത്രീകൾ ഗർഭവതികളാകുമ്പോഴും 7-ാമത്തെ അധ്യായം വായിക്കണം, 7-ാമത്തെ സ്കന്ധം വായിക്കണം, ഈ ഭക്തപ്രഹ്ലാദൻ്റെ കഥകളൊക്കെ കേൾക്കണം, മനസ്സിലാക്കണം. കാരണം ആ കുട്ടിക്ക് പോലും അതിൻ്റെ ആ ഒരു ഭക്തി ഉടലെടുക്കാൻ അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ അങ്ങനെ കുട്ടി കേട്ടു, അമ്മയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിലും കുട്ടി വലിയ ഭക്തനായിട്ട് ഭക്തപ്രഹ്ലാദനായിട്ട് തന്നെ ഭൂമിയിൽ വന്നു. അപ്പോഴാ ഹിരണ്യകശിപു ഒരു ദിവസം വളരെ സന്തോഷം, കുട്ടി 4 മക്കളുണ്ട്, അതിൽ ഈ കുട്ടിയോടൊരു പ്രത്യേക സ്നേഹവും മമതയും. അപ്പോൾ അങ്ങനെ കുട്ടിയെ വാരിയെടുത്ത് മടിയിലിരുത്തിയിട്ട് ചോദിച്ചു, മോൻ എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടിയെ സ്കൂളിലൊക്കെ അയക്കാൻ തുടങ്ങി. ഷണ്ട, അമർക്ക, ശുക്രാചാര്യരുടെ 2 മക്കളാണ്. അപ്പോൾ അവർ ബ്രാഹ്മണരാണ്, പക്ഷേ എന്നാലും അവരും പഠിപ്പിക്കേണ്ടത് എന്താണ്, ആസുരിക സ്വഭാവം വളർത്തിയെടുക്കണം കുട്ടികളിൽ. അതാണ് പഠിപ്പിക്കുന്നത്. ഹിരണ്യായ നമ്മ പഠിപ്പിക്കണം, അതേപോലെ വിഷ്ണുവിനെതിരായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ആരും ഭക്തിയുത സേവനം ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം. കുറേ ദൈത്യന്മാർ കുട്ടികളും അതോടൊപ്പം പ്രഹ്ലാദനും അങ്ങനെ കുറേ പഠിച്ചതിന് ശേഷമാണ് ഒരു ദിവസം അച്ഛൻ വന്നിട്ട് ചോദിച്ചു, മകനെ നീ എന്താണ് പഠിച്ചത്, നീ എന്തൊക്കെയാണ് അവരിൽ നിന്ന് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ എന്താണ്, എല്ലാത്തിൻ്റെയും ആധാരം വിഷ്ണുവാണ്. അപ്പോഴത്തേക്ക് ദേഷ്യം വന്നു. അവർ 2 പേരെയും വിളിച്ച്, ഷണ്ട, അമർക്ക, നീ എന്താണ് ഇവനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അവൻ കൊച്ചുകുട്ടിയാണ്, അവന് ഒന്നും അറിയത്തില്ല, പക്ഷെ ഇവൻ നാട്ടെ വിഷ്ണുവിൻ്റെ നാമമാണ് പറയുന്നത്. അപ്പം പറഞ്ഞെന്താണ് അത്, അന്നേരം അദ്ദേഹം പക്ഷേ ക്ഷമിക്കും. അവർ പറയുന്നത് ഞങ്ങളിതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷേ ഈ കുട്ടിക്ക് എന്തോ ഒരു ഭക്തിയുത ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കുട്ടി, അവന് ഞങ്ങൾ പറയുന്നൊന്നും അവനൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഞങ്ങളിനി കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി അവനെ പഠിപ്പിച്ച് അങ്ങയുടെ മുന്നിൽ എത്തിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്ക്യൂസ് കൊടുത്തു വിട്ടു. മോനിനി എല്ലാം നല്ല രീതിയിലെല്ലാം പഠിച്ച് വരണം. അപ്പോൾ അച്ഛൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ വീണ്ടും പോയി, എന്നിട്ട് അദ്ദേഹം ഈ എന്താ പഠിപ്പിക്കുന്നത്, ഈ ഷണ്ടനും അമർക്കനും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ആസുരിക സ്വഭാവം വളർത്തിയെടുക്കുന്നതാണ് കുട്ടികളിൽ. അപ്പോൾ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് ചെറുപ്പത്തിലേ കേൾക്കുന്നത് അതാണ് അവരുടെ ജീവിതത്തിലുടനീളം അവർ പിന്നെ പരിശീലിക്കുന്നത്. പക്ഷേ കിട്ടുന്ന സമയം, അവർ ഫ്രീ ആകുന്ന സമയത്ത് പ്രഹ്ലാദൻ എന്താ ചെയ്യുന്നത്, ഈ കുട്ടികളെല്ലാം വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കും. ഭഗവാനെ കുറിച്ച് കീർത്തനം ചെയ്യണം, ഭഗവാന്റെ മഹിമകൾ ഇങ്ങനെയാണ്, ഭഗവാൻ എന്താണ് സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, എല്ലാത്തിൻ്റെയും മൂലാധാരമാണ്, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. ഇതെല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെല്ലാം അതിനെ ഗ്രഹിക്കാൻ തുടങ്ങി. അവർ പ്രഹ്ലാദനോടൊപ്പം കീർത്തനം ചെയ്യാൻ തുടങ്ങി, നൃത്തം ചെയ്യാൻ തുടങ്ങി. എപ്പോഴും അവർ ഭക്തിയുത സേവനത്തിനെ കുറിച്ച് മാത്രം കേട്ടു. പക്ഷേ മറ്റവർ 2 പേരും ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവരും അത്ര ശ്രദ്ധയിൽ വെച്ചില്ല. അപ്പോൾ പിന്നീട് ഒരു ദിവസം ഹിരണ്യകശിപു വിളിച്ചു വെച്ചാൽ, മകനെ ഇനി വാ, നീ എന്തൊക്കെ പഠിച്ചു. അന്നേരവും പറഞ്ഞെന്താണ്, ഭഗവാൻ വിഷ്ണുവാണ് എല്ലാത്തിൻ്റെയും മൂലാധാരം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പം നീ എന്നിട്ട് പിന്നെന്താ പറഞ്ഞത്, നീ എന്താ പറയുക, ഫൂളാണ്, നീ വെറും ഒരു വിഡ്ഢിയാണ്, നീ എൻ്റെ മകനായിരിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. കാരണം നീ ഈ വിഷ്ണുവിനെയൊക്കെ ഭജിച്ചുകൊണ്ട് നടക്കുകയാണ്, ഒരു സാധാരണ മനുഷ്യനെ പോലെ. എന്നെപ്പോലെ ശക്തിമാനാകണം, നിനക്ക് ശക്തിയില്ല. അപ്പം എന്നിട്ട് പറഞ്ഞ എന്താണ്, നിന്നെ ഞാൻ അപ്പം പ്രഹ്ലാദനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഭഗവാനെ, അതായത് ഭക്തിയെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താണ്, അപ്പോൾ ഇനി നിന്നെ ഞാൻ വധിക്കാൻ പോവുകയാണ്, നിന്നെ അപ്പോൾ എന്താണ് ചെയ്തത് അദ്ദേഹത്തിന് ഇനി നിനക്ക് എൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കണമെന്നായിരിക്കാം, ഒരു പക്ഷേ നീ ജനിച്ചത് അതിനു വേണ്ടിയായിരിക്കാം,
ഒരിക്കലും എൻ്റെ മകനായിട്ട് വളർന്നു വരാനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിന്നെ വധിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇവരോട് പറഞ്ഞു, ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊന്നുകളാം. അപ്പോൾ അങ്ങനെ ഇവർ കൊണ്ടുപോയി ഈ കുട്ടിയെ, എന്നുവെച്ചാൽ അസുരന്മാർ ഇത് കുട്ടിയാണെന്നോ അല്ലെങ്കിൽ രാജാവിൻ്റെ മകനാണെന്നോ ഒന്നും അവർക്ക് യാതൊരു കൺസിഡറേഷനും ഇല്ല. അവർ ഈ കുട്ടിയെ കൊണ്ടുപോയി മലയുടെ മുകളിൽ നിന്ന് തള്ളി വെള്ളത്തിലേക്ക് ഇട്ടു. അവിടെയും ഭഗവാൻ വന്ന് സ്വീകരിച്ചു. പിന്നെ അതുപോലെ ആനകളുടെ ഇടയിലിട്ടു, പാമ്പിൻ്റെ ഇടയിലിട്ടു, വിഷം കൊടുത്തു. അങ്ങനെ പല പ്രകാരത്തിലും കുട്ടിയെ വധിക്കാൻ നോക്കിയിട്ട് ഇതിന് ഒരു തരത്തിലും കുട്ടിയെ വധിക്കാൻ പറ്റുന്നില്ല. അവസാനം ഹോളിയെ അവരെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇനി ചെയ്യേണ്ടത് നീ അവനെ ഭസ്മമാക്കുക. എന്താണ് ആ ഒരു ഹോളിക, ആ സ്ത്രീയെ വിളിച്ചിട്ട് അവരെന്ന് വെച്ചാൽ അവർക്കൊരു വരം കിട്ടിയിട്ടുണ്ട്. അഗ്നി എപ്പോഴും അവരെ സംരക്ഷിക്കും, അവരുടെ ശരീരത്തിന് യാതൊരു പൊള്ളലും ഏൽക്കാറില്ല അഗ്നിയായിട്ട് അവർ സമ്പർക്കം പുലർത്തിയാൽ. അപ്പോൾ അങ്ങനെ അവരെ വിളിച്ച് ഇതൊക്കെ എല്ലാം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവരുടെ മടിയിലിരുത്തി, പ്രഹ്ലാദനെ മടിയിലിരുത്തിയപ്പോൾ അങ്ങനെ അഗ്നിക്ക് തീ കൊളുത്തി. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുട്ടി എവിടെയായിരുന്നത്? അഗ്നിക്കുള്ളിൽ ഇരിക്കുന്നെങ്കിലും കുട്ടി ഇരിക്കുന്ന എവിടെ? പൂവിൻ്റെ മുകളിലാണ്. മനസ്സിലായി? അതാണ്, പൂവിൻ്റെ മുകളിലാണ് കുട്ടി ഇരിക്കുന്നത്. ഹോളിക അഗ്നിക്കിരയായിപ്പോയി. അതുവരെയും ഹോളികയ്ക്ക് ആ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭക്തനെ ദ്രോഹിച്ചത് നിമിത്തം അവർക്ക് കിട്ടിയ അനുഗ്രഹം, അതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്തിയുത സേവനത്തിൽ നമ്മൾ ഒരു തരത്തിലും ഭക്തന്മാരുമായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഭക്തന്മാരുമായിട്ട് ഇടപെടുമ്പോഴായാലും അവരോട് നമ്മൾ എന്താ പറയുക, എപ്പോഴും നമുക്ക് ഭക്തന്മാരുടെ സംഘം വേണം. പക്ഷേ ആ സംഘം ഏറ്റവും അത്യാവശ്യമാണെങ്കിലും അവരോട് ഇടപെടുമ്പോഴായാലും നമുക്ക് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഭക്തന്മാരെ എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അവരോട് എങ്ങനെയായിരിക്കണം നമ്മൾ പെരുമാറുന്നത്. അമാനിന മാനദേന കീർത്തനീയ സദാഹരി ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രിൻസിപ്പിളാണ്. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക. നമ്മളൊരിക്കലും ബഹുമാനമോ സ്നേഹമോ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ കൊടുക്കുന്ന സ്നേഹം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. പക്ഷേ എന്നാലും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ, അതാണ് കൃഷ്ണാവബോധത്തിൻ്റെ തത്വം എന്ന് പറയുന്നത്. അതാണ് ചൈതന്യ മഹാപ്രഭു ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഹോളിയയ്ക്ക് അങ്ങനൊരു ഹോളിയ ഭസ്മമായി പോയി അദ്ദേഹം ചെന്നു. അപ്പോൾ തന്നെ ഹിരണ്യകശിപു ആലോചിക്കുകയാണ്, ഇവനക്ക് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത്? ഞാൻ ഇത്രയും വലിയ അസുരനാണ്, എൻ്റെ ഈ ശക്തി കൊണ്ടൊന്നും ഇവനെ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. എന്താണ് ശക്തി? എന്നിട്ട് വിളിച്ചെടുത്ത് ചോദിക്കും, നിനക്ക് എവിടെ നിന്നാണ് ശക്തി? നീ ഒരു വിഡ്ഢിയാണ്, നീ എന്തുകൊണ്ടാണ്? എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചെറിയ ഒരു സംശയം, ഇവൻ ഇത്രയൊക്കെ ഞാൻ ഇവനെ വധിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും 5 വയസ്സുള്ള ഒരു പിഞ്ചു ബാലനാണ്. ആ ഒരു കുട്ടിയോട് പോലും സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വികാരം അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. അതാണ് അസുരന്മാരുടെ സ്വഭാവം. കലിയുഗത്തിലായാലും ഏത് യുഗത്തിലായാലും എവിടെയൊക്കെ അസുരന്മാരുണ്ടോ, ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലുള്ളതാണ്. കലിയുഗത്തിലെ ആൾക്കാരുടെ എല്ലാം മനസ്സിലെ ആസുരിക സ്വഭാവങ്ങൾ കൂടുവാണ്. പിന്നെ ഭക്തൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമ്മുടെ മറ്റ് ആചാര്യന്മാരുടെയും പരമ്പരയുടെയും ഗുരുക്കന്മാരുടെയും വൈഷ്ണവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നമുക്കിങ്ങനെ ഒരു ഭക്തിമാർഗത്തിൽ വരാനും, എന്താ പറയുക, ചൈതന്യ മഹാപ്രഭുവിൻ്റെ സ്പെഷ്യൽ മേഴ്സി, അതുപോലെ ശ്രീലപ്രഭുപാദിൻ്റെ അനുഗ്രഹം, ഇതെല്ലാം കൊണ്ട് നമ്മൾ നാമം ജപിക്കുന്നതിൻ്റെ പേരിൽ നമ്മളും ഭക്തരാണെന്ന് പറഞ്ഞു. നമ്മളിൽ ഒരുപാട് എന്താ പറയുക ആസുരിക സ്വഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ എന്നാലും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഹിരണ്യകശിപു തന്നെ ചിന്തിക്കുകയാണ്, ഇത്രയും അസുരനായിട്ടുള്ള എല്ലാ ദേവഗണങ്ങളെയും എല്ലാ ഗ്രഹങ്ങളിലുള്ള ആൾക്കാരെ, ഇപ്പോൾ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, ചാണര, വിദ്യാധര, പിന്നെ അതേപോലെ ഗന്ധർവന്മാർ, അതുപോലെ സ്വർഗലോക നിവാസികൾ, എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അപ്പം അത്രയും ആൾക്കാർ എന്നെ ഭയന്നിട്ടും ഈ ഒരു 5 വയസ്സുള്ള ഈ പിഞ്ചു ബാലന് എന്തുകൊണ്ട് എന്നോട് ഭയം തോന്നില്ല? ഇവൻ എത്ര ധൈര്യത്തോടു കൂടിയാണ് എൻ്റെ മുന്നിൽ നിന്നിട്ട് അവൻ എന്നോട് സംസാരിക്കുന്നത്, അതും വിഷ്ണുവിനെ കുറിച്ച്. ഞാൻ വിഷ്ണു വിരോധിയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ്, അപ്പോൾ പിന്നീട് പ്രഹ്ലാദൻ പറയുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത്? അങ്ങേക്ക് എവിടെ നിന്നാണോ ശക്തി കിട്ടുന്നത്, ആ സോഴ്സിൽ നിന്ന് തന്നെയാണ് എനിക്കും ശക്തി കിട്ടുന്നത്. അപ്പം അദ്ദേഹം ചിന്തിക്കുന്നത്, നീ അപ്പോൾ വെറും എൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മമാണ്, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിന്നെ വധിക്കാനുള്ള ഒരുക്കമാണ്. അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, സിംഹാസനത്തിൽ എഴുന്നേറ്റിട്ട് ഭയങ്കര ക്രോധിതനായി കണ്ണുമൊക്കെ ചുമന്നിട്ട് അദ്ദേഹം വാളുമൊക്കെ ഉരുക്കൊണ്ട് വരികയാണ്. പല കാര്യങ്ങളും നോക്കി യാതൊരു ഫലവും ഇല്ല. ഇനി ഞാൻ തന്നെ സ്വയം നിന്നെ കൊല്ലാം
എന്ന് പറഞ്ഞ് അദ്ദേഹം വരികയാണ്. എന്നിട്ട് ചോദിക്കും, പിന്നെ എവിടെയാണ് നിന്റെ നാരായണൻ? നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്, നിന്റെ നാരായണൻ വന്ന് നിന്നെ രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പറയും. അന്നേരം പ്രഹ്ലാദൻ പറയാണ്, സർവ്വവ്യാപിയാണ് ഭഗവാൻ, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഈ സ്തംഭത്തിലുമുണ്ട്. അപ്പം സ്തംഭം ഭയങ്കര ഒരു സ്തംഭമുണ്ട്. ഈ സ്തംഭത്തിലുമുണ്ടോ? അതെ, ആ സ്തംഭത്തിലുമുണ്ട്. അതാണ് ഭഗവാൻ പറയുന്നത്. അതായത് കുട്ടി പറഞ്ഞുണ്ടല്ലോ, സ്തംഭത്തിലും ഭഗവാൻ എൻ്റെ നാരായണൻ വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പം അദ്ദേഹം ഈ സ്തംഭത്തിൽ വന്ന് മുഷ്ടി ചുരുട്ടുവാണ്, ഇടിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഗത കൊണ്ട് അടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്താ പറയുക, ഭഗവാൻ ചിന്തിക്കുന്നത് തൻ്റെ ഭക്തൻ പറഞ്ഞു എല്ലായിടും ഉണ്ട്, ഈ പില്ലറിലും ഉണ്ടോ ഭഗവാൻ? ആ ഉണ്ട്. എന്നാൽ അതാണ് സത്യം വിധാതും നിജകൃത്യഭാഷിതം. അതായത് അതും ഒരു ഭക്തൻ പറഞ്ഞ വാക്കിൽ. അതേപോലെ അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്, അർജുന നീ പ്രഖ്യാപിക്കൂ, എന്താണ് നമേ ഭക്തിയ പ്രണശ്യതി. കൃഷ്ണൻ പറയത്തില്ല, കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് കള്ളമൊക്കെ പറഞ്ഞ് ആൾക്കാരെ കബളിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ പറ, നീ എൻ്റെ ഭക്തനാണ്. ഭക്തന്മാർ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് നീ പറ, നമേ ഭക്തിയ പ്രണശ്യതി, എൻ്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ലെന്ന് നീ തന്നെ പ്രഖ്യാപിക്കൂ എന്ന് പറയുന്ന പോലെ ഭക്തൻ്റെ ആ ഒരു വാക്കിനെ, അതല്ല അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയെ സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു. അതായത് എന്താണ്, ആ പില്ലറിൽ നിന്ന് ആ അസംബ്ലി ഹാളിലേക്ക്. അപ്പോൾ ഭഗവാൻ ഇന്നടത്തെ അവതരിക്കത്തുള്ളൂ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അസുരൻ്റെ ആ അസംബ്ലി ഹാളിലെ ഒരു പില്ലറിനകത്താണ് ഭഗവാൻ വന്നത്. അല്ല, നേരത്തെ ഭക്തന്മാരൊക്കെ പറയാണ്ട് ഭഗവാൻ നേരത്തെ വന്ന് പില്ലറിനകത്തൊന്നും ഇരുന്നതല്ല, പിന്നെ വിചാരിക്കുന്ന സമയത്ത് ഇറങ്ങി വരാൻ വേണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഭഗവാൻ ആ ഒരു പില്ലറിൽ അവതരിക്കുകയും പിന്നെ ഒരു എന്താ പറയുക, ഭയങ്കര ഹൂങ്കാര ശബ്ദം എന്നാണ് പറയുന്നത്. അതായത് എന്താണ് ഭയങ്കര ശബ്ദം, അതായത് ലോകമെമ്പാടും മുഴങ്ങുന്ന തരത്തിലുള്ള ഹൂങ്കാര ശബ്ദം മുഴങ്ങി. ഇടിമിന്നലിനെക്കാട്ടിലൊക്കെ വളരെ ഇന്നുവരെ ആരും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആ ഭയങ്കര ശബ്ദത്തോടുകൂടി ശബ്ദം ഉണ്ടായി. ഹിരണ്യകശിപു 4 വശവും നോക്കുകയാണ്, എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത്, എവിടുന്നാണ് ഈ സൗണ്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോഴാണ് അതിങ്ങനെ പിന്നെ എന്താണ് തൂണിന് ഇങ്ങനെ ക്രാക്ക് വീഴാൻ തുടങ്ങി. അതിൽ നിന്ന് ചാടി ഇറങ്ങി വരികയാണ് നരസിംഹദേവൻ. ശ്രീ നരസിംഹദേവ് ഭഗവാൻ കീ ജയ. അദ്ദേഹം ആ ഒരു ഭക്തന് വേണ്ടി തൻ്റെ എതിരാളിയായിട്ടുള്ള രണ്ടുപേരും ഭക്തരാണ്. ഹിരണ്യകശിപുവും ഭക്തനാണ്, പ്രഹ്ലാദനും ഭക്തരാണ്. പക്ഷേ 2 ഭാവമാണെന്ന് മാത്രം. അപ്പം അതൊക്കെയാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. പരോക്ഷമായിട്ട് തന്നെ തൻ്റെ ഏത് ഭാവത്തിലാണെങ്കിലും ഭക്തനെ രക്ഷിക്കും ഭഗവാൻ. അപ്പം അങ്ങനെ നരസിംഹദേവൻ ഈ വന്നിട്ട് ചാടി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഹിരണ്യകശിപു ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതാരാണ്, ഇത് എന്ത് ജന്തുവാണ്? ഇങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നു, ഇത് എന്ത് ജന്തുവാണ്, ഇത് മനുഷ്യനും അല്ല മൃഗവും അല്ല, ഒരു പകുതി മനുഷ്യനാ പകുതി ഹാഫ് ലയൺ ഹാഫ് മാൻ. അതാണ് പകുതി മനുഷ്യനും പകുതി മൃഗവും. ഇതെന്താണ് ഇങ്ങനെ? അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഭഗവാൻ അവതരിച്ച് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിരണ്യകശിപുവിന് ആദ്യം ഒന്ന് ഭയന്നു. അപ്പോൾ അദ്ദേഹം ഭഗവാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പിടിച്ചു. അതായത് ഭാഗവത്തിനകത്ത് പറയുന്നത് ഗരുഡൻ ഈ പിന്നെ പാമ്പുകളെ പിടിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഈ നരസിംഹദേവൻ ഈ ഹിരണ്യകശിപുവിനെ പിടിച്ചത്. ഹിരണ്യകശിപു വാളും പരിചയൊക്കെ ആയിട്ട് നിൽക്കുവാണ് ഈ രൂപത്തെ എങ്ങനെയെങ്കിലും എന്താണ് വധിച്ചിട്ട് എനിക്ക് എന്താണ് വിജയിക്കണം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി അദ്ദേഹം വിചാരിച്ചില്ല, കാരണം അദ്ദേഹം വിചാരിക്കുന്ന എന്നെ ഈ ലോകത്ത് ആരും കൊല്ലത്തില്ല, എനിക്ക് ഈ ലോകത്ത് എപ്പോഴും അമരത്വമായിട്ടിരിക്കാം എന്നൊക്കെയുള്ള മിഥ്യാധാരണയിലാണ്. നമ്മളും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഭൗതിക ലോകം എന്ന് പറയുന്ന ചില ആൾക്കാർ ചിന്തിക്കത്തില്ലയോ, അതായത് എനിക്ക് കുറേ കാലം കൂടെ ഒക്കെ ജീവിക്കുകയില്ല, ജ്ഞാനപ്പാനെ പറയുന്ന പോലെ കുറേ കാലം ഇപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ മരിക്കുന്ന കണ്ടാൽ ഇപ്പോഴും നമുക്ക് മരണമൊന്നുമില്ല, കുറേ കാലമൊക്കെ എങ്കിലുമൊക്കെ നമുക്കിങ്ങനെ സുഖിച്ച് ജീവിക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പ്രതീക്ഷ നല്ലത് തന്നെയാണ്, പക്ഷേ കൃഷ്ണാവബോധത്തോടു കൂടി ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അപ്പം അങ്ങനെ ഹിരണ്യകശിപു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഭഗവാൻ ചെന്നിട്ട് ഗരുഡൻ വന്ന് പാമ്പിനെ പിടിക്കുന്നത് പോലെ പിടിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഒന്ന് പതറി. അപ്പം എന്താണ് ഭഗവാൻ ഇതിനെ അതായത് ഗരുഡൻ ഇങ്ങനെ പാമ്പിനെ പിടിക്കുന്ന സമയത്ത് കൈകളിൽ നിന്ന് വഴുതിപ്പോവും. അപ്പോൾ അതേപോലെ ഭഗവാനും
ഹിരണ്യകശിപുവിനെ പിടിച്ചിട്ട് ഒന്ന് വഴുതാൻ അനുവാദം കൊടുത്തു. എന്താ ഇവൻ അതും ഒരു ഭഗവാന്റെ ലീലയാണ്. അപ്പം നമ്മൾ പറയാറുണ്ട്, അതായത് ഭഗവാൻ ഇപ്പം ഒരു പൂച്ച അതിൻ്റെ കുട്ടിയെ കടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് ആ കുട്ടിക്ക് എപ്പോഴും അതൊരു എൻ്റെ അമ്മയുടെ സംരക്ഷണമെന്നാണ്. പക്ഷേ ഒരു എലിയെയാണ് അത് പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിലോ അതിൻ്റെ മനോഭാവം എന്താണ്? എപ്പോഴായിരിക്കും ഇതെന്നെ വിഴുങ്ങുന്നത് എന്നുള്ള ഭയമായിരിക്കും. അപ്പം അതേപോലെയാണ്. അപ്പം ഈ ഹിരണ്യകശിപുവിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹം മടിയിലിരുത്തി അത്രേ സമയം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ നമ്മൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ എന്താ പറയുക പ്രത്യക്ഷനായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ശാരീരികമായിട്ടുള്ള വർണ്ണന കുറേ പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ് അതിന് പറയുന്ന സട എന്നാണ്. അതായത് ഈ സിംഹത്തിൻ്റെ സട അതല്ല വെള്ള കളറാണ്. അതായത് പിന്നെ ചന്ദ്രകിരണങ്ങൾ പോലെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ നാവെന്ന് പറയുന്നത് ഭഗവാന്റെ നാവെന്ന് പറയുന്ന വാളിനെ പോലെയാണ്. അത്ര ഷാർപ്പായിട്ടുള്ള നാവാണ്. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക ക്രോധം കൊണ്ട് ചുവന്നിട്ട് ഇങ്ങനെ രക്തം വരുന്നത് പോലുള്ള തോന്നലുണ്ടാക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരുപാട് കൈകൾ ഉണ്ടായി. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പിന്നെ ഇടുപ്പ് വളരെ നേർത്തതാണ്. അതൊക്കെ ആ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഗാംഭീര്യം ഇതെല്ലാമായിട്ട് അതേപോലെ വർണ്ണിക്കുകയാണ്. അപ്പം അങ്ങനെ ഭഗവാൻ ഇങ്ങനെ എന്താ പറയുക ഹിരണ്യകശിപുവിനെ പിടിച്ചു കൊണ്ടുവന്ന് കുറേ സമയമൊക്കെ ഇവർ തമ്മിൽ കളിക്കുന്നതൊക്കെ ഉണ്ട്. അതായത് ഹിരണ്യകശിപു തൻ്റെ മിസ്റ്റിക് പവർ കൊണ്ട് കുറേ നേരമൊക്കെ ഇൻവിസിബിളായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഭഗവാന്റെ ശരീരത്തിൻ്റെ ആ എഫൾജൻസ് കൊണ്ട് പിന്നെ അത് അദ്ദേഹത്തെ കണ്ടുപിടിക്കും. പിന്നെ അത് തന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സന്ധ്യസമയമായപ്പോൾ, അതായത് ബ്രഹ്മദേവൻ എന്തെല്ലാം കണ്ടീഷൻസാണ് പറഞ്ഞു കൊടുത്ത് ആ അദ്ദേഹത്തിൻ്റെ ചോദിച്ചതനുസരിച്ച്, അതായത് എന്നെ മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, പിന്നെ അതുപോലെ എന്താ പറയുക ആയുധം കൊണ്ട് കൊല്ലരുത്. അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ ഇപ്പം നമ്മൾ മായാപൂരിലെ ഭഗവാൻ സ്ഥാണു നരസിംഹ, അതായത് ആ സ്ഥാണു നരസിംഹയാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അവിടുന്ന് അതായത് ആ പില്ലറിൽ നിന്ന് വരുന്ന ആ രൂപമാണ്. അതായത് ഹിരണ്യകശിപുവിനെ വധിക്കാനും പ്രഹ്ലാദനെ രക്ഷിക്കാനുമായിട്ട് വരുന്ന ആ ഒരു ഭാവമാണത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഈ കണ്ടീഷൻസ് എല്ലാം എത്തിയിട്ട് സന്ധ്യസമയമല്ല, പകലുമല്ല രാത്രിയല്ല, സന്ധ്യസമയത്ത് അത് ഉമ്മറപ്പടിയിൽ എന്ന് വെച്ചാൽ എന്താണ് പിന്നെ ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഉമ്മറപ്പടിയിലാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ ഓരോ കണ്ടീഷൻസും എന്തൊക്കെയാണ് ഹിരണ്യകശിപു ആഗ്രഹിച്ചത് ആവശ്യപ്പെട്ടത് അതെല്ലാം ബ്രഹ്മദേവൻ കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം വരം എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബ്രഹ്മദേവൻ ആരാണ്? ഭഗവാനിൽ നിന്ന് വന്ന ആളാണ് ബ്രഹ്മദേവൻ. ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ബ്രഹ്മദേവൻ. അപ്പം നാളെ ആരും പറയരുത് ഈ ബ്രഹ്മദേവന് ശക്തിയൊന്നുമില്ല, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വരം കൊടുത്താലൊന്നും അത് ഫലിക്കത്തില്ല എന്ന് നാളെ പറയരുത്. അതിനുവേണ്ടി ആ എല്ലാ കണ്ടീഷൻസും ഓരോന്നും അതെല്ലാം വ്യക്തമായിട്ടും ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഹിരണ്യകശിപുവിനെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ നഖങ്ങൾ വജ്രനഖം, അതായത് ഉഗ്രസിംഹായ വിദ്മഹേ വജ്രനഖായ ധീമഹി, ആ വജ്രനഖം കൊണ്ട് ആ നെഞ്ചി വലിച്ചു വിടണം. ഭയങ്കര ശക്തിമാനാണ്. അതാണ് ഭഗവാൻ അത് ആയുധങ്ങൾ കൊണ്ട് കൊല്ലരുത്. ഭഗവാൻ എന്തുകൊണ്ടാണ് കൊന്നത്? നഖം കൊണ്ടാണ്. വജ്രനഖം അതാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് കാണാം ഭഗവാൻ നരസിംഹദേവന്റെ രൂപത്തിൽ നോക്കുമ്പോൾ അറിയാം ആ വജ്രനഖം, അദ്ദേഹത്തിന്റെ നീണ്ട ആ നഖം അത് അത്ര ഷാർപ്പാണ്. അതുകൊണ്ട് ആ എന്താണ് നെഞ്ഞു വലിച്ചു പിളർന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ആവേശവും ഭയങ്കര ദേഷ്യവും ആ ഉഗ്ര രൂപത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? ആദ്യം നെഞ്ചു വലിച്ചു പിളർന്നിട്ട് ഹൃദയം പറിച്ചെടുത്തെന്നാണ് പറയുന്നത്. ഹൃദയം പറിച്ചെടുത്തിട്ട് അദ്ദേഹം ചോര അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ആ സടയിൽ വെളുത്ത് ഇരിക്കുന്ന ആ സടയിലെല്ലാം രക്തവർണ്ണമായ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം എന്താ ചെയ്തത്? ഇന്ന് വരെ ആരും നമ്മൾ കേട്ടിട്ടില്ല. ഭഗവാൻ കുടൽമാലയാണ് എടുത്ത് ഹിരണ്യകശിപുവിൻ്റെ കുടൽമാല എടുത്ത് അദ്ദേഹം കഴുത്തിൽ ധരിച്ചു. അപ്പോൾ അതൊന്നും നമ്മൾ ഇന്ന് വരെ ലോക സംഭവങ്ങളിലൊന്നും നടന്ന കാര്യങ്ങളല്ല.
തൻ്റെ ഭക്തനെ, ഒരു പിഞ്ചു കുഞ്ഞനെ ഇത്രയും ദ്രോഹിച്ച ആ രാക്ഷസനെ, അസുരനെ വധിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയും പിന്നെ ഈ കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ടാണ് ഹിരണ്യകശിപുവിനെ അദ്ദേഹം വധിക്കുന്നത്. നാളെ ഒരു ക്വസ്റ്റ്യനും വരാൻ പാടില്ല, കൃഷ്ണൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നരസിംഹദേവൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്. ഇപ്പം തന്നെ മഹാഭാരത യുദ്ധമൊക്കെ നടന്നു, പല ആൾക്കാർക്കും ഇന്നും ക്വസ്റ്റ്യൻ അവശേഷിക്കുകയാണ്. കൃഷ്ണൻ ഒരാൾ വിചാരിച്ചെങ്കിൽ ഈ യുദ്ധമൊക്കെ ഒഴിവാക്കായിരുന്നു, ഇത്രയും ആൾക്കാർ മരിക്കത്തില്ലായിരുന്നു. ഭഗവാൻ ഒരു മിഷനുണ്ട്, അതിനെ ചോദ്യം ചെയ്യാൻ നമ്മളെപ്പോലുള്ള ബദ്ധജീവാത്മാക്കൾക്ക് യാതൊരു അവകാശവും ഇല്ല. അപ്പോൾ എന്ന് പറയുന്നത് പോലെ, കാരണം അതിന് ഭഗവാൻ ഇട കൊടുക്കത്തുമില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുത്തും. അതേപോലെ ബ്രഹ്മദേവൻ കൊടുത്ത ഈ വരത്തെ പരിപൂർണമായും സംരക്ഷിച്ചുകൊണ്ടാണ്, അദ്ദേഹം കൊടുത്ത ആ വരത്തെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹിരണ്യകശിപുവിനെ അതിൻ്റെ കുടൽമാലയൊക്കെ എടുത്ത് കഴുത്തിലിട്ട് തെള്ളി താഴെ ഇട്ടു. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്, എഴുന്നേറ്റ് ഭയങ്കര അഗ്നി ഇങ്ങനെ പ്രവഹിക്കുകയാണ് വായിൽ നിന്നൊക്കെ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയി ഹിരണ്യകശിപുവിൻ്റെ സിംഹാസനത്തിലിരുന്നേത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് വീരരസം എന്ന് വെച്ചാൽ അവിടെ ഭഗവാൻ ഏത് ലീലകളിലും ഭഗവാൻ ഇതൊക്കെ ആസ്വദിക്കുകയാണ്. അസുരനെ കൊന്നാലും ഭക്തനുമായിട്ട് അസോസിയേറ്റ് ചെയ്താലും അവിടെ ഒക്കെ ഭഗവാൻ സ്വയം ആസ്വദിക്കുക. അവിടെ എല്ലാം ഭഗവാന്റെ ലീലകളാണ്. അപ്പോൾ ഈ ലീലാരസത്തിലും ഭഗവാൻ അവിടെ ഒരു വീര്യരസമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. കാരണം ആ ഇത്രയും വലിയ ഒരു അസുരനെ വധിച്ച് ഇങ്ങനെ ഈ രീതിയിൽ ഒരു ആയുധമൊന്നുമില്ലാതെ എല്ലാ കണ്ടീഷൻസോടുകൂടി അദ്ദേഹത്തെ വധിച്ചു കഴിഞ്ഞപ്പം ആ ഒരു വീര്യരസത്തെക്കുറിച്ച് അവിടെ പ്രഭാതം എടുത്തു പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം, അതായത് പിന്നെ ഉള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എഴുന്നേറ്റ് പോയി ഹിരണ്യകശിപുവിൻ്റെ സിംഹാസനത്തിലിരുന്നു. അപ്പോൾ ചോദിക്കും, ഭഗവാൻ എന്തിനാ ഈ അസുരൻ്റെ സിംഹാസനത്തിലിരിക്കുന്നതെന്നൊരു ചോദ്യം. അപ്പോൾ എന്താണ്, ഭഗവാന്റേതാണ് എല്ലാ പ്രോപ്പർട്ടീസും. ഇതൊന്നും ഹിരണ്യകശിപു കൊണ്ടുവന്നതല്ല. ഇതെല്ലാം ഈ ഭൗതിക ലോകത്ത് എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, അഥവാ ഭഗവാനിൽ നിന്ന് വന്നതാണ്. അഹം സർവസ്യ പ്രഭവോ, എല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ഭൗതിക ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഭഗവാന്റെ ഉടമസ്ഥയിലുള്ളതാണ്. അതാണ് ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി ഗച്ഛതി. എല്ലാം ഭഗവാന്റെ ഉടമസ്ഥയിലുള്ളതാണ്. നമുക്ക് വരിക, നമ്മൾ കുറേ നാൾ ഇതൊക്കെ ഭഗവാൻ തരുന്ന കോട്ട അനുസരിച്ച് ജീവിക്കുക, വിട്ടിട്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. ആർക്കും ഒന്നും ഈ പെർമനൻ്റായിട്ട് ഈ ഭൗതിക ലോകത്തൊന്നുമില്ല. അങ്ങനെ ഭഗവാൻ പോയി സിംഹാസനത്തിലിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാ ദേവീദേവന്മാരും വന്നു. ലക്ഷ്മി ദേവി വന്നു, ബ്രഹ്മാവ് വന്നു, ശിവൻ വന്നു, മറ്റ് ചാണരര്, അതുപോലെ വിദ്യാധരര്, ഗന്ധർവന്മാർ, ഋഷീശ്വരന്മാരെല്ലാവരും അവിടെ സന്നിഹിതരായി. അപ്പോൾ എല്ലാവർക്കും ഭയമുണ്ടായി ഭഗവാന്റെ ഈ രൂപം. കാരണം അത്ര ക്രോധിതനായിരിക്കുകയാണ് ഭഗവാൻ. അഗ്നിയൊക്കെ ഇങ്ങനെ വന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് ഈ കുടൽമാലയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താണ്, ലക്ഷ്മി ദേവിയോട് ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ദേവി ചെന്നിട്ട് ഭഗവാനെ പെസിഫൈ ചെയ്യുക, സമാധാനിപ്പിക്കുക, ഭഗവാൻ ഒന്ന് ശാന്തനാവട്ടെ. ലക്ഷ്മി ദേവി പറഞ്ഞു, ഞാൻ ഈ രൂപമൊക്കെ പണ്ടേ കണ്ടിട്ടുണ്ട്. കാരണം നരസിംഹദേവന്റെ രൂപം എന്ന് പറയുന്നത് അന്നേരം പെട്ടെന്നുണ്ടായ ഒരു രൂപമല്ല, അത് ശാശ്വതമാണ്, എറ്റേണലാണ്. ഞാൻ സ്പിരിച്വൽ വേൾഡില ഭഗവാന്റെ ഈ രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങോട്ട് അദ്ദേഹത്തെ സമീപിക്കാനൊരു വിഷമം, എനിക്കത് പറ്റത്തില്ല. അപ്പം ബ്രഹ്മാവിന് വേണ്ടി ശിവൻ പോകുന്നില്ല, ലക്ഷ്മി ദേവി പോകുന്നില്ല. അപ്പം ബ്രഹ്മാവ് ചെന്നിട്ട് പ്രഹ്ലാദനോട് പറഞ്ഞു, പ്രഹ്ലാദ, നീ അദ്ദേഹത്തിൻ്റെ ഭക്തനാണ്, പക്ഷെ പ്രഹ്ലാദനും ഉള്ളിൽ യാതൊരു ഭയമില്ല. ഭയമുണ്ടായിട്ടും പ്രഹ്ലാദന് യാതൊരു ഭയമില്ല. എന്തുകൊണ്ടാണ്? പ്രഹ്ലാദൻ ഭക്തനായതുകൊണ്ടാണ്. അതാണ് ഭക്തൻ, അതായത് ഭക്തിർ ഉൽപ്പത്തതേ പുംസാം ശോക മോഹ ഭയാഭഹ. അതായത് ഒരു ഭക്തൻ, ഒരാളിൻ്റെ ഹൃദയത്തിൽ, ഒരു ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഭക്തി വളർന്നു വരുമ്പോഴാണ് ശോകവും, ഇപ്പോഴത്തെ എല്ലാം നമുക്കുള്ളതാണ്. ശോകമുണ്ട്, മോഹമുണ്ട്, ഭയമുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ. ശോകവും മോഹവും ഭയവും ഇതെല്ലാം ഉള്ളതാണ്. പക്ഷേ ഭക്തി വളർന്നു വരുമ്പം ഇതിനൊന്നും ഒരു സ്ഥാനവുമില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് ഈ കൊച്ചുകുട്ടിയാണ്, അതിൻ്റെ മനസ്സിൽ സാധാരണ കുട്ടികൾക്ക് ഭയങ്കര ഭയം ഉണ്ടാകേണ്ടതാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ എൻ്റെ മുന്നിൽ ഇത്രയും വലിയ ഒരു ആള് ഭഗവാന്റെ ഈ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഞാനൊരു ദൈത്യനാണ് അല്ലേ. അദ്ദേഹം ഭഗവാൻ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമയമായോ?
അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ എന്താ തീർക്കാൻ പോവാം, കുറച്ച് ഒരു 5 മിനിറ്റ് ഉണ്ട്. അപ്പം ഹിരണ്യകശിപുവിൻ്റെ അടുത്തോട്ട് പ്രഹ്ലാദൻ നടന്നെടുത്തു. അപ്പോൾ അങ്ങനെ നടന്ന് ചെന്നിട്ട് ഭഗവാനെ പ്രണമിച്ചു. അപ്പം നരസിംഹദേവിന് ഭയങ്കര സന്തോഷമായി. അപ്പം ലക്ഷ്മി ദേവി പോലും പോകാൻ മടിച്ചിരുന്ന, ഭയന്നിരുന്ന ആ ഭഗവാന്റെ അടുത്ത് പ്രഹ്ലാദൻ ചെന്നപ്പോൾ അദ്ദേഹം എന്താണ് ചേർത്തെടുത്ത് മടിയിലിരുത്തി. സിംഹം എന്താ ചെയ്യുന്നത്? എൻ്റെ കുട്ടികളെ, മൃഗങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? നക്കി സ്നേഹിക്കും. അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഉമ്മ കൊടുക്കും, അങ്ങനെയാണ്. പക്ഷേ മൃഗങ്ങളെന്ന് വെച്ചാൽ നക്കിയാണ് അതിനെ സ്നേഹിക്കുന്നത്. അപ്പം ഇങ്ങനെ നാവ് കൊണ്ട് നക്കി ആ പ്രഹ്ലാദനോടുള്ള സ്നേഹവും ഒക്കെ പ്രകടമാക്കി. എന്നിട്ട് ചോദിക്കും, തലയിൽ തലോടും. എന്നിട്ട് ചോദിക്കും, പ്രഹ്ലാദ നിനക്ക് എന്താ വേണ്ടത്? അന്നേരം അദ്ദേഹം പറയും, ധ്രുവ മഹാരാജാവിൻ്റെ അടുത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പം ധ്രുവൻ എന്താ വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് ബ്രഹ്മദേവനെക്കാട്ടിൽ വലിയ സ്ഥാനം ലഭിക്കണമെന്ന് പറഞ്ഞാണ് 6-7 വയസ്സുള്ള ധ്രുവൻ കാട്ടിൽ പോകുന്നതും ഭഗവാന്റെ തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നതും ഒക്കെ. അപ്പോൾ എന്ന് പറയുന്നത് അദ്ദേഹം പിന്നീട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പിന്നെ തലോടുമ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ തലോടുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ ഇത്രയും കാലം അന്വേഷിച്ച് നടന്നതെല്ലാം കുപ്പിച്ചില്ലുകളായിരുന്നു ഭഗവാനെ, എനിക്ക് ഇപ്പോൾ വജ്രക്കല്ലാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് യാതൊരു മെറ്റീരിയൽ ഡിസൈഴ്സും ഇല്ല. അതേപോലെ അത് പിന്നെ അദ്ദേഹത്തിന് മെറ്റീരിയൽ ഡിസയർ ഉണ്ടായിരുന്നു. ഈ കുട്ടി ഭക്തപ്രഹ്ലാദൻ എന്ന് വെച്ചാൽ അതിന് ഭക്തി മാത്രം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും ഓരോ രോമകൂപങ്ങളിലും ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടി അത്രമാത്രം ഭക്തിയോടുകൂടി ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ എന്താ, എനിക്ക് ഒന്നുമേ ആവശ്യമില്ല, എനിക്ക് എൻ്റെ ഗുരുവിനെ സേവിക്കണം. ആരാണ് ഗുരു? നാരദമുനിയാണ് എനിക്കിതെല്ലാം. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിലിരുന്നപ്പോൾ കേട്ട കാര്യങ്ങളാണ്. എനിക്ക് അദ്ദേഹത്തെ സേവിക്കാനുള്ള അവസരം മാത്രം തന്നാൽ മതി. പിന്നെ എൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരു അസുരനാണ്, എന്നാലും അദ്ദേഹത്തെ രക്ഷിക്കണം, അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണം. പിന്നെ പ്രഹ്ലാദ സ്തുതി കുറേ പറയുന്നുണ്ട്, ഒരുപാട് സ്തുതികളിൽ ഇപ്പോൾ സമയമില്ല നമുക്കതൊക്കെ വിവരിക്കാനും പറയാനും ഒക്കെ. പക്ഷേ അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ദൈത്യനാണ്, എനിക്ക് യാതൊരു അറിവുമില്ലാത്തതാണ്, ഞാൻ അസുരന്മാരുടെ ഇടയിൽ ജനിച്ചവനാണ്, എനിക്ക് അതുകൊണ്ട് ഒന്നും അങ്ങേ ഗ്ലോറിഫൈ ചെയ്യാനുള്ള യാതൊരു ക്വാളിഫിക്കേഷനും യാതൊരു യോഗ്യതയും എനിക്കില്ല ഭഗവാനെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഒരുപാട് പ്രഹ്ലാദ സ്തുതി എന്ന് പറഞ്ഞ് പ്രത്യേകം നമ്മുടെ ഭാഗവതത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ പ്രഹ്ലാദ സ്തുതിയൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസമൊക്കെ വായിക്കുന്നതും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതും ആ ഭക്തിക്ക് വേണ്ടി പ്രഹ്ലാദൻ്റെ പാതാരവിന്ദങ്ങളിലെ നമ്മൾ ആശ്രയിക്കുന്നതും അദ്ദേഹത്തിനോട് ഭക്തിക്ക് വേണ്ടി യാചിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്, വളരെ ഓസ്പീഷ്യസ് ആണ്. അപ്പോൾ ഇതാണ് ഭഗവാൻ നരസിംഹദേവൻ്റെ അവതാരം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു വലിയ സംഭവമാണ് നരസിംഹദേവ്. മറ്റ് അവതാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നരസിംഹദേവൻ്റെ അവതാരം എന്ന് പറയുന്നത് അത് വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അന്നേരം നമ്മളിപ്പം ചിലർ ചോദിക്കും, ഇപ്പം നമ്മൾ നരസിംഹദേവൻ്റെ അവതാരത്തെ ഇപ്പോൾ ഭഗവാൻ ഒരുപാട് അസംഖ്യം അവതാരങ്ങളുണ്ട്, 10 അവതാരങ്ങൾ പ്രത്യേകിച്ചുണ്ട്. പിന്നെ ആ അവതാരങ്ങളിലൊന്നും പ്രത്യേകിച്ച് നമ്മൾ എന്താണ് അതിനെ ആഘോഷിക്കാതെ നരസിംഹദേവനെ എന്താണ് ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ വെച്ച് ആരാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെയുള്ള സമയത്ത് ഒരുപാട് നമ്മുടെ ഇസ്കോണിൻ്റെ എതിരായിട്ടൊക്കെ ഒരുപാട് ഈ കൊള്ളക്കാരും നക്സലേറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്രഭാത് തന്നെ പറഞ്ഞതാണ്, നമുക്ക് നരസിംഹദേവൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നരസിംഹദേവനെ ആരാധിക്കുക. അങ്ങനെയാണ് മായാപൂരിലൊക്കെ സ്ഥാന നരസിംഹദേവനെ പ്രതിഷ്ഠിച്ചതും ഇന്നത്രയും വലിയ ആരാധനയൊക്കെ നടക്കുന്നതും. പിന്നെ അതുപോലെ ശ്രീരാമചന്ദ്രനും ഭഗവാൻ ശ്രീകൃഷ്ണനും അതുപോലെ നരസിംഹദേവനെയാണ് നമ്മൾ ഇസ്കോണിലെ കൂടുതൽ ആ അവതാരങ്ങളിൽ വെച്ച് കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ സ്വയം ഭഗവാൻ തന്നെയാണ്. മറ്റു ദേവന്മാരോടൊപ്പം ഒരിക്കലും ഭഗവാനെ പെടുത്താൻ പാടില്ല. ഇപ്പോൾ 33 കോടി ദേവന്മാരുണ്ടെങ്കിലും അവരിൽ ഒരാളല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇവരുടെ എല്ലാവരുടെയും ആധാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പം അതേപോലെ തന്നെ നരസിംഹദേവൻ, നമ്മൾ ഇന്നത്തെ ദിവസം നരസിംഹദേവൻ്റെ ഇപ്പം നമ്മൾ കവചം ചൊല്ലി ഭഗവാന്റെ കീർത്തനം, ഭഗവാനെ കുറിച്ചുള്ള കഥ, ഭഗവാന്റെ സ്തുതി, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവിധ സംരക്ഷണവും, നമ്മുടെ ഭക്തി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്ന ഭക്തിയെ ഒരു കാരണവശാലും നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചോ ഒരു കാരണവശാലും നശിപ്പിക്കാതെ ഭക്തി ലതയാണ്. ആ ലതയെ വളർത്തി 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 ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ സംരക്ഷണവും അനുഗ്രഹവും എല്ലാം ഉണ്ടാകണം. അപ്പോൾ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ നരസിംഹദേവ് ഭഗവാൻ കീ ജയ.
भक्तराज प्रहलाद महाराज की जय। जय गौरव प्रेमानंदे वांछकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ?